കാന്താര എന്ന് പറഞ്ഞ സിനിമ ചെയ്തതിന് ശേഷമാണ് എന്നെ ശരിക്കും പറഞ്ഞ ഞാൻ പുള്ളി ആരാ എന്ന് അന്വേഷിക്കാൻ തുടങ്ങിയത്. തിയേറ്ററിൽ ബാൽക്കണി നോട്ട് പെർമിറ്റഡ് ഫോർ സൗണ്ട് എക്സ്പീരിയൻസ്. സൗണ്ടിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ബാൽക്കണി വരുമ്പോൾ. 4 GB ഹാർഡ് ഡിസ്ക് കാണാൻ വേണ്ടി 20 കിലോമീറ്റർ ബൈക്ക് ഓടിച്ചവനാണ് ഞാൻ അന്ന് അറിഞ്ഞില്ല ഞാൻ പോക്കറ്റിൽ 2 TV ഇട്ടുകൊണ്ട് നടക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. സ്പടികം റീമാസ്റ്റർ ചെയ്ത് തിയേറ്ററിലേക്ക് ഇറങ്ങിയല്ലോ. അപ്പോൾ ഈ റീമാസ്റ്ററിങ് എന്ന് പറയുന്ന ആ പ്രോസസ്സ് അത് എത്രമാത്രം നമ്മുടെ മലയാളികൾ സ്വീകരിക്കുന്നുണ്ട്? അത് സ്പടികം സംഭവിച്ചു പോയതാണ്. അതിൻ്റെ അകത്ത് ഇട്ട ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഭദ്രൻ സാറിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പുള്ളി അത് റീമാസ്റ്ററിങ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്തില്ല. പുള്ളി അത് പുതിയ സിനിമയായിട്ട് കൺസിഡർ ചെയ്തു. മറ്റൊരു സിനിമയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ മറ്റേ പടം സ്പടികം ചെയ്തു കഴിഞ്ഞു, ഇതെൻ്റെ അടുത്ത സ്പടികമാണ് എന്നുള്ള ലൈനിലാണ് പുള്ളി അതിനെ ഫോളോ ചെയ്തത്. പുള്ളി അതിനിട്ട എഫേർട്ടിൻ്റെ അത്രയും എഫേർട്ട് ഇനി ആർക്കെങ്കിലും ഇടാൻ പറ്റിയാൽ ഡെഫിനറ്റ്ലി മൂവി വിൽ വർക്ക് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം പുള്ളി അതിനിട്ട എഫേർട്ട് ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും കൊണ്ട് അങ്ങനെ ഒരു എഫേർട്ട് ഇടാൻ പറ്റുമെന്ന്. കാരണം അതൊക്കെ 100% ക്രെഡിറ്റ് ടു ഭദ്രൻ സാർ, നോ ഡൗട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ കണ്ടതാ, മനസ്സിലായില്ലേ, ഞാൻ അനുഭവിച്ചത്. അവിടെ ചലഞ്ചിങ് അല്ലേ? കാരണം സ്പടികം പോലൊരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് മൂവി വീണ്ടും തിയേറ്ററിലേക്ക് എത്തുക എന്ന് പറയുമ്പോഴേക്കും കാരണം അന്നത്തെ ഒരു അത് അതിൻ്റെ അകത്ത് ചുമ്മാതല്ലല്ലോ, നമ്മൾ എത്തിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എത്തിക്കുന്നു അഭിമാനത്തോടുകൂടി എത്തിക്കണം. ഞാൻ എത്തിക്കാൻ പോകുന്നു, എൻ്റെ സിനിമ ഞാൻ കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞ് അഭിമാനത്തോടുകൂടി ഇന്റർവ്യൂ കൊടുക്കുക, അഭിമാനത്തോടു കൂടി ഓരോ കാര്യങ്ങളും ചെയ്യുകയും, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ആൾക്കാർക്ക് അത് കാണാനായിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി. അതായത് പഴയ തലമുറ കണ്ടിട്ടില്ല, ടി വിയിലെ കണ്ടിട്ടുണ്ട്. ആ ശരി പോയിട്ട് അവർ കണ്ട് ടി വിയിൽ കണ്ടു പണ്ട് കാണാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച സിനിമകളാണ് ഇതൊക്കെ. തിരിച്ചു വന്നാൽ ഡെഫിനറ്റ്ലി ആ ഒരു പവറോട് കൂടി സാധനം എത്തിക്കാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആൾ വരും, ഉറപ്പല്ലേ. സാറിന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളാണ് ഇതുപോലെ റീമാസ്റ്റർ ചെയ്ത് ഇറക്കണം എന്നുള്ളത്? എനിക്ക് ആഗ്രഹമുള്ളതായിരുന്നു, ശരിക്കും മണിച്ചിത്താഴ് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതിപ്പം ഒരു ടീം ചെയ്യുന്നുണ്ട്, മണിച്ചിത്താഴ് ചെയ്യുന്നുണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. നോക്കാം, അത് നമുക്കറിയില്ല ഏതൊക്കെ പടങ്ങൾ സംഭവിക്കുന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ആളുകൾ റിക്വസ്റ്റ് ചെയ്യുന്നതോ അങ്ങനെ എൻ്റെ അടുത്ത് ഞാൻ പബ്ലിക്കുമായിട്ട് നമുക്ക് ബന്ധമേ ഇല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ വളരെ എന്താ പറയുക, ഞാൻ ബിഹൈൻഡ് ദ സ്ക്രീനിൽ നിൽക്കുന്ന ഒരാളാണ്. ഇപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതിൽ ഈ ഇൻ്റർവ്യൂ തന്നെ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല. ഞാൻ തന്നെ വിചാരിച്ചു നോക്കി, നിങ്ങൾ എന്നെ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എത്ര പേര് കാണാനാണോ. അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യം, ഞാൻ ഒരു സെലിബ്രിറ്റി അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് കാണുക എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ അധികം ഇങ്ങനെ ടെക്നിക്കലി അറിയണം എന്ന് ആഗ്രഹമുള്ള കുറച്ച് സ്റ്റുഡൻസും ഈ ഫീൽഡിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടാവും. അവർക്കൊക്കെ ഉള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഇതായിരിക്കും, അനുഭവങ്ങളായിരിക്കും ഇതൊക്കെ. അവരറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പബ്ലിക്കായിട്ട് നമുക്ക് ഇന്ററാക്ഷൻ ഇല്ല, പബ്ലിക്കിനെ അറിയില്ല ഞാൻ എന്താ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ ചോദിച്ച ചോദ്യമില്ലേ, അതായത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണോ ചെയ്തത് എന്ന് ചോദിക്കുന്നത്, അതേ ഉള്ളൂ. അത് നമ്മൾ ഓക്കെയാണ്, അതിൽ നമ്മൾ ഹാപ്പിയാണ്. സിനിമയിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സംഭവം, അല്ലെങ്കിൽ ആളുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ഫൈറ്റ് സീൻ, ആക്ഷൻ സീൻസ് വരുമ്പോൾ. പണ്ടത്തെ ഡിഷും മോഡിൽ നിന്ന് ഇപ്പം നമ്മൾ വേറെ ലെവലിലേക്ക് വരെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫൈറ്റ് സീൻ ഏത് മൂവിയിലേതാ? സാറ് ചെയ്തതോ അല്ലെങ്കിൽ കണ്ടതോ ആയിട്ടുള്ളത്? ഫൈറ്റ് സീൻ ഞാൻ ഒരുപാട് സിനിമകളുണ്ട്, ഞാൻ കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. റീസെന്റ് ചെയ്തതിൽ എനിക്ക് ഭയങ്കരമായി കണക്ട് ആയ സിനിമകൾ തന്നെയാണ്, ഹിറ്റ് ആവുകയും ചെയ്തു. ഇപ്പൊ ക്യാപ്റ്റൻ മില്ലറിലുള്ള ഗൺ ഫൈറ്റ്സ് ഭയങ്കരമായിട്ട് എനിക്ക് വർക്കായിട്ടുള്ളതാണ്, ഗംഭീരമാണ്. എനിക്ക് സലാറിലെ ഫൈറ്റ് സീക്വൻസ് ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് ഇൻഡെപ്തിൽ ഇപ്പൊ സലാറിന്റെ സ്റ്റോറി വൈസ് പലർക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷെ ഫൈറ്റ് സീക്വൻസ് എടുത്ത് നോക്കിയാൽ അതിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഐഡിയാസും അതിനൊരു പക്ക ഒരു കൊറിയോഗ്രഫി നല്ല ഇമ്പാക്റ്റ് ഉണ്ട്. എല്ലാ ഫൈറ്റിനും ഒരു പ്രത്യേകതയുണ്ട്, ചുമ്മാ ഏറി പറപ്പിക്കലല്ല, അതിനെല്ലാത്തിനും ഒരു റീസൺ ഉണ്ട്. അപ്പൊ എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ആരും കാണാത്ത സിനിമയായിരിക്കാം, എനിക്ക് ഭയങ്കരമായി ഫൈറ്റ് ഉഗ്രനായിട്ടുണ്ടല്ലോ എന്ന് തോന്നിയ ഒരു തെലുങ്ക് പടമുണ്ട്, ജോർജ് റെഡ്ഡി എന്ന് പറഞ്ഞിട്ട്. അർജുൻ റെഡ്ഡി അല്ല, ജോർജ് റെഡ്ഡി. ജോർജ് റെഡ്ഡിയിലെ ഫൈറ്റ്സ്, അത് ജോർജ് റെഡ്ഡി കഥ നിങ്ങൾ മലയാളികൾ കണ്ടിരിക്കുന്നതല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു മലയാളി ഒരു കമ്മ്യൂണിസം ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഒരു മലയാളിയെ ഒരു കോളേജിൽ കൊന്നു, മനസ്സിലായില്ലേ, ബിക്കോസ് ഓഫ് പൊളിറ്റിക്സ്. അതായത് പുള്ളി മലയാളിയാണ്, പുള്ളിയുടെ പേര് ജോർജ്. പുള്ളി ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ ബാംഗ്ലൂർ, ഹൈദരാബാദ്. എന്നിട്ട് അവിടെ ഏതോ ഒരു ഇതിൽ കോളേജിൽ പുള്ളി പഠിക്കുകയായിരുന്നു. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഒറിജിനൽ സ്റ്റോറിയാണ്. ഒറിജിനൽ സ്റ്റോറി അവർ റീമേക്ക് ചെയ്തതാണ്, ഇത് സിനിമയാക്കിയതാണ്. ആ സിനിമയിലെ ഫൈറ്റ്സ് ബ്രില്യൻ ഫൈറ്റ്സ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടം തോന്നിയൊരു ഫൈറ്റാണ് അത്. അത് വെച്ചാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോപ്പർട്ടി അപ്പം എന്താണോ ആ പ്രോപ്പർട്ടി വെച്ച ഫൈറ്റ്.
ഇപ്പോൾ ഒരു കളി നടന്നു, ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഫൈറ്റ് ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് ആ ഫുട്ബോളിനാണ് പിന്നെ ടൂൾ എന്ന് പറയുന്നത്. ഫുട്ബോൾ എടുത്ത് ഒരു സാധനത്തിനകത്ത് ചുറ്റിയിട്ട് ഉള്ള ഫൈറ്റാണ്. ഓക്കെ, എന്താണോ സീക്വൻസ് നടക്കുന്ന സമയത്തുള്ള പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഫൈറ്റ്. അത് ഭയങ്കര നാച്ചുറലായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അത് അങ്ങനത്തെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, പടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പെട്ടെന്ന് മൈൻഡ് വന്നപ്പം ഫൈറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് ജോർജ് ലെട്ടി പെട്ടെന്ന് ഇങ്ങനൊരു പടം ഉണ്ടല്ലോ, എനിക്ക് അന്ന് രസമുണ്ടല്ലോ, ഈ ഫൈറ്റിന്റെ ഐഡിയാസ് കൊള്ളാമല്ലോ എന്ന് തോന്നിയിരുന്നു. തിയേറ്ററിൽ നമ്മൾ ഈ പറയാറുണ്ട്, ഇപ്പം നമ്മളൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തിയേറ്ററിൻ്റെ സെൻട്രലിൽ ഇരുന്ന് സിനിമ കണ്ടാലേ, അല്ലെങ്കിൽ ആ ഒരു പോർഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സൗണ്ട് എക്സ്പീരിയൻസ് സിനിമ അതേപോലെ കിട്ടുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ അങ്ങനെ സീറ്റ് കിട്ടില്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാത്ത ആളുകളവരുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ശരിക്കും? തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുറെ കൂടെ ആൾക്കാർക്ക് ഇപ്പൊ കൂടെ ഈ പറയുന്ന പോലെ ഇത്രയും സോഷ്യൽ മീഡിയക്ക് ഇത്രയും വൈഡായി, ഇപ്പൊ റിവ്യൂസ് ഒക്കെ വന്ന് തുടങ്ങിയതിനു ശേഷം ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി എവിടെയാണ് സ്വീറ്റ് സ്പോട്ട് എന്ന്. അത് സ്വീറ്റ് സ്പോട്ടാണ്. ഒരു ഓവൽ ഷേപ്പിൽ വരച്ചു കഴിഞ്ഞാൽ അതാണ് സ്വീറ്റ് സ്പോട്ട്. സെൻട്രലായിട്ട് ഒരു വട്ടം വരച്ചു കഴിഞ്ഞാൽ അതാണ് സ്വീറ്റ് സ്പോട്ട്. കാരണം നമ്മളിപ്പോ ഈ മിക്സിംഗ് തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത് ഞാനിപ്പോ ഇവിടെ കൃത്യം നടക്കിരുന്നില്ല, ഞാൻ മിക്സ് ചെയ്യുന്നത്. എനിക്ക് കറക്റ്റ് ജഡ്ജ്മെന്റ് ആണ്. ചിലപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ചെറുതായിട്ട് മാറും, കാരണം ലെഫ്റ്റിലോട്ട് പോകുമ്പോഴത്തേക്ക് ആ സ്പീക്കർ അടുത്ത് വരിക, അപ്പൊ അവിടുന്ന് ലൗഡ്നെസ് കുറച്ച് കൂടുതൽ വരും. ഇപ്പുറത്തോട്ട് മാറി കഴിഞ്ഞാൽ അവിടുന്ന് കുറച്ച് ലൗഡ്നെസ് കൂടുതൽ വരും. അപ്പൊ അതിനനുസരിച്ച് സ്വീറ്റ് സ്പോട്ട് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ പണ്ടത്തിനേക്കാളും ഇപ്പൊ ഭേദമാണ്. പണ്ടൊക്കെ സിംഗിൾ സ്ക്രീൻ തിയേറ്ററിലൊക്കെ ഈ കല്യാണ മണ്ഡപമൊക്കെ തിയേറ്റർ ആക്കിയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ നടുക്കൂടെ സ്വീറ്റ് സ്പോട്ട് ഇല്ലേ, നടുക്കൂടെയാണ് പാസേജ്. അത് മാറിപ്പോ പല രണ്ട് സൈഡ്സിലാക്കി. അത് ഇപ്പോഴല്ലേ മാറി. ഇപ്പൊ സിനിമ തിയേറ്ററിന് വേണ്ടി സ്പേസ് കിട്ടുമ്പോഴത്തേക്ക് അവരനുസരിച്ച് ഡിസൈൻ ആകും. ഇല്ലെങ്കിൽ നടുക്കൂടെ ഒന്ന് ആലോചിക്കും, ആ പടി അവിടെയാണ് സ്വീറ്റ് സ്പോട്ട്. നിങ്ങൾ അത് എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ. ബാൽക്കണി അലൗഡ് അല്ല തിയേറ്ററുകൾ. ബാൽക്കണി നോട്ട് പെർമിറ്റഡ് ഫോർ സൗണ്ട് എക്സ്പീരിയൻസ്. സൗണ്ടിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ബാൽക്കണി വരുമ്പോൾ. അപ്പൊ ആ സൗണ്ട് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മിസ്സാവും ബാൽക്കണി വന്നു കഴിഞ്ഞാൽ. അപ്പൊ ബാൽക്കണിയുടെ തിയേറ്ററിൽ നിന്ന് പടം കണ്ടിട്ട് സൗണ്ട് പോരാന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. ഞാൻ വേർത്ത് കുളിച്ചിട്ടുണ്ട് തിയേറ്റേഴ്സിൽ പലതും. ഞാൻ പോയിരുന്ന് കണ്ടിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് ഞാൻ പോയി വേർത്ത് കുളിച്ച് ഞാൻ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ആദ്യത്തെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഞാൻ ഇറങ്ങി, എനിക്ക് കാണാൻ വയ്യ. എന്ന് വെച്ചാൽ നമ്മൾ ഉറക്കമുളച്ചിരുന്ന് വർക്ക് ചെയ്തിട്ട് ഇത് ഈശ്വരൻ ഇങ്ങനെയാണോ കേൾക്കുന്നത്? ഇത് ജനങ്ങൾ സന്തോഷിക്കാനും ജനങ്ങൾ എൻജോയ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും തർക്കിച്ച് ഓരോ അടി ഉണ്ടാക്കി മറ്റേ ഇത് ലെവല് കുറച്ച് അത് ലെവല് കൂട്ടി ഇവിടെ ഇങ്ങനെ വെച്ച് അങ്ങനെ വെച്ചെന്നൊക്കെ ചെയ്തിട്ട് അവിടെ ചെന്നിട്ട് ഒന്നും കേൾക്കാനില്ല. അപ്പൊ നമുക്ക് എങ്ങനെ ഇരിക്കും? നമ്മൾ തിയേറ്ററിൽ പോയിട്ട് ഞാൻ കരഞ്ഞിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഞാൻ തിയേറ്ററിൽ പോയി കാണുന്ന തന്നെ പേടിയപ്പോ. നമ്മൾ ചെയ്തതിന്റെ 80% ഏറ്റവും നല്ല തിയേറ്ററിൽ പോലും വരുള്ളൂ. കാരണം നമ്മുടെ അത്രയും അക്വസ്റ്റിക്സും കാര്യങ്ങളും ഒന്നും ഒരു സ്ഥലത്തും ചെയ്തിട്ടില്ല. അക്വസ്റ്റിക്സ് ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അത്രയും പൈസ മുടക്കാനായിട്ട് ആരും റെഡി ആവില്ല. പിന്നെ തുണി ചുറ്റും ഈ ഇന്റീരിയർ ഡെക്കറേഷനും അക്വസ്റ്റിക്കും തമ്മിൽ ആൾക്കാർക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. ഇന്റീരിയർ കുറെ ലൈറ്റും ഇട്ട് മറ്റേ ഈ ഇങ്ങനെ വട്ടം വരച്ച് ഇങ്ങനെ കുറെ തുണിയും ചുറ്റി കഴിഞ്ഞാൽ അക്വസ്റ്റിക് ആവുമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അതല്ല, അക്വസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യം അത് വേറെ സയൻസ് അതിന്റെ ബാക്കിലുണ്ട്, ടെക്നോളജി ഉണ്ട്. അത് പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ ഒരു കുന്തവും ഇല്ല. സ്പീക്കറിൽ നിന്ന് വെളിയിൽ സൗണ്ട് കിടന്ന് തപ്പു ഇങ്ങോട്ട് പോകണമെന്നറിയാതെ. മനസ്സിലായി, നേരെ ഇങ്ങ് വരണം. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഇരുന്ന് സംസാരിക്കുന്ന സ്റ്റുഡിയോ ഇല്ലേ, ഇവിടെ ഇരുന്ന് ഒരു ഫോൺ കോൾ സംസാരിക്കണേ പേടിക്കണം. കാരണം ഈ ഇവിടെ ഇരിക്കുന്ന അങ്ങിരിക്കുന്നവർക്ക് വരെ ഈ വിധി വരുന്ന സാധനം കേൾക്കാൻ പറ്റും. കാരണം അത്ര പെർഫെക്റ്റ് അക്വസ്റ്റിക്സ് ആണ്. നേരെ മറിച്ച് നിങ്ങൾക്ക് ഇതേ കോൺവെർസേഷൻ വെളിയിൽ നിന്ന് നമുക്ക് സംസാരിക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഫുൾ ലെവൽ, ഞാനിപ്പോൾ ആദ്യം ഫോൺ ഒന്ന് ലെവൽ കുറയ്ക്കും, ആരെങ്കിലും ലെവൽ ഫുൾ കുറച്ചാലും വെളിയിൽ കേൾക്കാം. ഞാനിങ്ങനെ പതുക്കെ ഇങ്ങനെ മാറ്റി പിടിച്ചോ ഈശ്വര കേൾക്കുന്നുണ്ട്. വീട്ടിൽ നിന്നൊക്കെ വിളിക്കുന്നതായിരിക്കും ചിലപ്പോൾ, അത് കേൾക്കുന്നുണ്ടോ. ചിലപ്പോൾ ഈ തിയേറ്ററുകൾ പണിയുമ്പോഴേക്കും ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് സാറ് പറയാനാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും? ഞാൻ ഒന്നാമത്തെ കാര്യം അതിൻ്റെ അക്വസ്റ്റിക്സ്. അതിന് വേണ്ടിയിട്ട് പൈസ എത്ര മുടക്കിയാലും കുഴപ്പമില്ല. they have to spend that much of money എന്ന് വെച്ചാൽ അതാണ് എൻ്റെ അത്ര ഏറ്റവും വലിയ ലൈഫ് എന്ന് പറയുന്നത്. നല്ലൊരു അക്വസ്റ്റിക് ടീമിനെ കൊണ്ടുവന്ന് പ്രോപ്പറായിട്ട് അക്വസ്റ്റിക് ചെയ്ത് നല്ല ആംപ്ലിഫയറും ആ റൂമിന് വേണ്ട അനുസരിച്ചുള്ള ആംപ്ലിഫയേഴ്സും റൂമിന് വേണ്ട അനുസരിച്ചുള്ള സബും സ്പീക്കേഴ്സും പ്രൊജക്ടറും ഇതും എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതാണല്ലോ തിയേറ്റർ എന്ന് പറഞ്ഞാൽ. സ്പീക്കർ എന്ന് പറയുന്നത് നല്ല സ്പീക്കേഴ്സ് ആയിരിക്കണം, പക്ഷേ റൂമിന്റെ സൈസ് അനുസരിച്ചുള്ള സ്പീക്കർ ആയിരിക്കണം. ചുമ്മാ ഒരു സ്പീക്കർ വാങ്ങിച്ച് അവിടെ വെച്ചിട്ട് ഇപ്പൊ കാറിന്റെ സ്പീക്കർ എടുത്തിട്ട് ഇതിന്റെ പുറകെ വെച്ചിട്ട് വല്ല കാര്യമില്ല, ഇല്ലല്ലോ. അപ്പൊ റൂമിന്റെ സൈസ് അനുസരിച്ച് അതിന് വേണ്ടിയിട്ട് ആ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള സ്പീക്കർ ആയിരിക്കണം. ആ സ്പീക്കറിന് അനുസരിച്ചുള്ള ആംപ്ലിഫയർ ആയിരിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഓരോന്നും ഡിസൈൻ ചെയ്ത് പ്രോപ്പറായിട്ട് അതിനുള്ള ടെക്നീഷ്യൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്.
പക്ഷെ അവർക്കൊക്കെ പൈസ കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ല, ആരും ഫ്രീ ആയിട്ട് വന്ന് സർവീസ് ചെയ്യത്തില്ല. അപ്പൊ അതിനനുസരിച്ച് ചെലവാക്കേണ്ടി വരും. പക്ഷെ അൾട്ടിമേറ്റ്ലി അത് ചെലവാക്കി കഴിഞ്ഞാൽ എനിക്ക് 100% ഷുവറാണ്, ബസ് പിടിച്ചാൽ ഫ്ലൈറ്റ് പിടിച്ചെങ്കിലും ഞാനൊക്കെ ആണെങ്കിൽ പോലും ഇവിടുന്ന് ആ തിയേറ്റർ അടിപൊളിയാന്ന് പറഞ്ഞാൽ ഞാൻ സിനിമ കാണാനായിട്ട് ഞാൻ ഫ്ലൈറ്റിൽ കയറി പോകും. കാരണം അങ്ങനത്തെ കുറെ സിനിമ പ്രാന്തന്മാർ എന്തായാലും ഉണ്ടാവും. തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അവര് ലൈക്ക് ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് അടിപൊളി തിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ. ഞാൻ ചെന്നൈയിലൊരു തിയേറ്റർ ഉണ്ട്, ഞാൻ തിയേറ്ററിന്റെ പേര് ഒരു തിയേറ്ററിന്റെ പേര് എടുത്തു പറയുന്നില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ അത് മറ്റു തിയേറ്ററിനെ നമ്മൾ ചെറുതാക്കുന്ന പോലെ അത് എൻ്റെ ആവശ്യമില്ല. ചെന്നൈയിലൊരു തിയേറ്റർ മുതലാളി എന്ന് പറയുന്നത് എനിക്ക് വളരെ ക്ലോസ് ആണ്. കഷ്ടപ്പെട്ട് ആ തിയേറ്ററിൽ പോകും, നല്ല ദൂരെ, ഈ അങ്ങ് ഔട്ട്സ്കേർട്ട് ചെന്നൈയാണ്. നമ്മൾ ഏത് പടം ഇറങ്ങിയാലും നേരെ അവിടെ പോകും. മിക്ക 90% ഡയറക്ടേഴ്സും അവിടെ പോയി പടം കാണുന്നത് ആദ്യത്തെ ദിവസം. എന്തിനാന്ന് വെച്ചാൽ അവിടെ പോയിരുന്ന് കണ്ട് എൻ്റെ സിനിമ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ബാക്കിയുള്ള തിയേറ്ററിൽ പോയിരുന്ന അയ്യോ എന്ന് പറഞ്ഞിരിക്കാറില്ല. ആദ്യമേ പോയി മോശമായിട്ടുള്ള തിയേറ്ററിൽ പോയി പടം കണ്ടിട്ട് അവര് അറ്റാക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവർ ആദ്യം ഏറ്റവും നല്ല തിയേറ്ററിൽ പോയി പടം കാണും, എന്നിട്ട് തിരിച്ചു വരും. ഇത് ആരും കുറ്റം പറയുന്നതല്ല, തിയേറ്ററുകാർക്കും അതിൻ്റെതായ പരിമിതികളുണ്ട്. അവർക്ക് ഇത്രയും ഒറ്റയടിക്ക് ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. അതിനനുസരിച്ച് അപ്പം ഇതെല്ലാം ഒരു ചെയിൻ പോലെയാണ്. ഇല്ലെങ്കിൽ 100% പാഷൻ വേണം. ഇത് ചെയ്യുന്ന ഈ തിയേറ്റർ ഉടമകൾക്ക് 100% പാഷൻ മാത്രമായിരിക്കണം അതിൻ്റെ അകത്ത്, ബിസിനസ് ആയിരിക്കരുത് നോട്ടം. ഇതിന് ഞാൻ ഫുൾ ഇൻവെസ്റ്റ് ചെയ്യാം, എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് എൻ്റെ പാഷനാണ് എന്ന് പറഞ്ഞ് ചെയ്യുന്നവർ മാത്രമാണ് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് 5, 10, 6, 7 വർഷം കഴിയുമ്പോൾ ടെക്നോളജി മാറുകയാണ്, വേറെ ഐറ്റംസ് വരികയാണ്. അപ്പൊ ഉടനെ അതും വാങ്ങിക്കണം. അപ്പൊ 8 വർഷം കൊണ്ടിട്ട് അവര് ഈ മുടക്കിയ ഒരു 2 കോടി രൂപ തിരിച്ചു കിട്ടിയില്ലോ ഭഗവാനെ എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴത്തേക്കായിരിക്കും അടുത്ത സംഭവം. അപ്പൊ അത് മുടക്കാൻ ആയിട്ട് മനസ്സുള്ളവനെ അത് അപ്ഡേറ്റ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. ഓൾ അബൌട്ട് ടിക്കറ്റിന്റെ നമ്മുടെ നാട്ടിലുള്ള ടിക്കറ്റ് പ്രൈസ് എത്ര, 150 ഉള്ളൂ. അത് വെച്ചിട്ട് ആണ് ഇവർ ഓടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതേ പറഞ്ഞു, കുറ്റം പറയാൻ പറ്റില്ല, എന്നാൽ റിയാലിറ്റി പറയാം. ദിസ് ഈസ് ഹൗ ഇറ്റ് ഷുഡ് ബി. അത് നമ്മുടെ ആഗ്രഹമാണ്. നമ്മൾ അങ്ങനത്തെ ഒരു തിയേറ്റർ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്ന മുഴുവൻ. ഇവിടത്തേക്കാളും സൂപ്പർ ആയിരിക്കണം റിലീസിങ് തിയേറ്റർ. അങ്ങനാണേ ഉണ്ടല്ലോ ഒരു സിനിമയും ഓടാതിരിക്കില്ല. എല്ലാ സിനിമയ്ക്കും അതിൻ്റെതായ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ. എല്ലാവരും സിനിമ ചെയ്യുന്നത് എന്താ, എല്ലാവരും നമ്മുടെ നല്ല പടം എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത്. ആരും ഒരു മോശം പടം ചെയ്യാനായിട്ട് ആരും ആഗ്രഹിക്കുന്നില്ല. ഒരാൾ ഒരു മോശം പടം ചെയ്തേക്കാന്ന് പറഞ്ഞു വരില്ല, ഒരിക്കലും എല്ലാം എൻ്റെ പടം ബെസ്റ്റാണ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത്. ആ ബെസ്റ്റിന്റെ 100% നിങ്ങൾക്ക് തിയേറ്ററിൽ കിട്ടും അല്ലേ. ആ ബെസ്റ്റിന്റെ 100%, അതിന്റെ 20%, 10% കണ്ടിട്ട്, ഇപ്പം ഒരു മോശം പടത്തിന്റെ ഒരു 10% കണ്ടിട്ട് അത് കുറച്ചുകൂടെ മോശമാവില്ലേ ഉള്ളൂ. അതിന്റെ ഒരു 100% കണ്ടിട്ട് നിങ്ങൾ അത് മോശമാണെന്ന് പറ അല്ലേ. സത്യമാണ്, 100% കാണുന്നില്ല. വിഷ്വൽ ക്വാളിറ്റിയും മോശമായിരിക്കും, സൗണ്ട് ക്വാളിറ്റിയും മോശമായിരിക്കും. ഇത് രണ്ടും കൊണ്ടല്ലേ സിനിമ പറയാൻ പറ്റുള്ളൂ. ബാക്കി എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും മാത്രം കൊണ്ടാണ് സിനിമ. ഇത് രണ്ടും മോശമാണെങ്കിൽ പിന്നെന്തോ കാണാൻ. സർ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ DTS അല്ലെങ്കിൽ 5.1, 7.1, ഡോൾബി അറ്റ്മോസ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താണ് അതിൻ്റെ ഒരു ബേസ്? ഇത് ശരിക്കും പറഞ്ഞാൽ ഓരോ പ്രാവശ്യവും ഇതിന്റെ സൗണ്ട് റെവല്യൂഷൻസ് ഇങ്ങനെ മാറി, സൗണ്ട് പാറ്റേൺസ് മാറിക്കൊണ്ടിരിക്കും. അതായത് മോണോ മാത്രം കൊണ്ട് ശബ്ദമില്ലാതെ സിനിമ ഉണ്ടായി. അതിൽ നിന്നും ശബ്ദം വന്നു, ശബ്ദം മോണോ ആയി, മോണോയിൽ നിന്നും ഡോൾബി SR വന്നു, SR സ്പെക്ട്രൽ റെക്കോർഡിംഗ് എന്ന് പറയും. അതിൽ നിന്നും അത് അനലോഗ് ആയിരുന്നു ആ കാലഘട്ടം. അനലോഗിൽ നിന്ന് ഡിജിറ്റലിലോട്ട് കയറിയപ്പോഴത്തേക്ക് ഡോൾബി ഡിജിറ്റൽ വന്നു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോൾബി ഡിജിറ്റൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് DTS വന്നു. DTS എന്ന് പറയുന്ന കമ്പനി വന്നു. ഇതെല്ലാം കമ്പനിയാണ്. ഇതെല്ലാം ഫിലിം ഫോമാറ്റ് നിന്നതോടുകൂടി ഈ കമ്പനി എല്ലാം അടച്ചുപൂട്ടുകയും ചെയ്തു. പിന്നെ ഈ കമ്പനികൾക്കൊന്നും ഫിലിമിൽ പണിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോൾബി മിണ്ടാതിരുന്നില്ല. ഡോൾബി കെയിം അപ്പ് വിത്ത് ആൻ ഐഡിയ ഓഫ് ഡോൾബി അറ്റ്മോസ്. ഡിജിറ്റൽ തലങ്ങളിലേക്ക് വന്നപ്പോഴത്തേക്ക് ഡോൾബി അറ്റ്മോസ് എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് കൊണ്ടുവന്നു. ഇറ്റ് വാസ് എ സൗണ്ട് റെവല്യൂഷൻ. അത്രയും നാൾ 7.1, 5.1 ചാനൽ ബേസ്ഡ് പറഞ്ഞുകൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്നും അറ്റ്മോസ് എന്ന് പറയുന്ന ഒരു കുറച്ചുകൂടെ ഒരു ലൈവ് അറ്റ്മോസ്ഫിയർ സൗണ്ട്സിലേക്ക് കൊണ്ടുവരാനായിട്ട് അതിന് പറ്റി. ഒരു ഓപ്പൺ സൗണ്ടാണ് അത്. അത് നമ്മൾ ചാനൽ ബേസ്ഡ് ആയിട്ട് നമുക്ക് അതിനെ ചുരുക്കാൻ പറ്റില്ല. അത് അറ്റ്മോസ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഒരു എൻ്റയർ കാട്ടിൽ നിന്ന് വരുന്ന ശബ്ദം, ഒരു കാറ്റെന്ന് പറയുന്നത് ഒരു ബെഡാണെങ്കിൽ അതിൽ ഒരു മരം നിൽക്കുന്നു, ആ മരത്തിൽ നിൽക്കുന്ന ഒരു കിളി ഒരു ഒബ്ജക്റ്റാണ് അല്ലേ. അതൊരു സിംഗിൾ സ്ഥലത്തൊന്നുമല്ലേ വരേണ്ടത്. ഒരു കാറ്റ് എല്ലായിടത്തുനിന്നും വരും, അതൊരു ബെഡും. ഒരു മരവും അതിൽ നിന്ന് ചിലയ്ക്കുന്ന ഒരു കിളിയാണെങ്കിൽ
ആ ഒരു കിളി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റാണ്. യെസ്. അപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് അത് കേൾക്കണം. അങ്ങനെ പിൻ പോയിന്റ് ചെയ്യാൻ പറ്റുന്ന ശബ്ദമാണ് അറ്റ്മോസ്. ഓക്കെ. അല്ല തലയ്ക്ക് മുകളിൽ കൂടെ പോകും എന്നുള്ളതല്ല അറ്റ്മോസ്. തലയ്ക്ക് മുകളിൽ ഒരു ഓർണമെന്ററി സെഗ്മെന്റ് ആണ്. അത് തലയ്ക്ക് മുകളിൽ സ്ഥിരമായിട്ട് നമുക്കൊരു സൗണ്ട് ഇട്ടുകൊണ്ട് കേൾപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അതിനനുസരിച്ച് സീൻ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. തലയ്ക്ക് മുകളിൽ ശബ്ദം വരണമെന്ന് നമ്മൾ നേരത്തെ ഷൂട്ടിങ്ങിന് മുമ്പേ ഡിസൈഡ് ചെയ്യണം. എന്നാൽ തലയ്ക്ക് മുകളിൽ വരും. ഓക്കെ. ഇല്ലെങ്കിൽ താഴെ വരുള്ളൂ. കാരണം അത് സീൻ ഡിമാൻഡ് ചെയ്യണം, വിഷ്വൽ ഡിമാൻഡ് ചെയ്യണം. ഒരു മഴ വന്നു കഴിഞ്ഞാൽ തലയ്ക്ക് മുകളിൽ വെക്കാം. പക്ഷെ സ്ഥിരമായി മഴ കേൾപ്പിച്ചോണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ തലയ്ക്ക് മുകളിലാണോ ഇവിടെയാണോ കേൾക്കുന്നത് തിരിച്ചറിയാൻ മനുഷ്യനെ കൊണ്ട് പറ്റത്തില്ല. അത് പെട്ടെന്ന് വന്നു പോകുമ്പോഴാണ്, ഇങ്ങനെ കയറി പോകുമ്പോഴാണ് അത് ആൾക്കാർ ഇങ്ങനെ പോയല്ലേ എന്ന് തോന്നുള്ളൂ. അല്ല അവിടെ തന്നെ കേൾപ്പിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ അവൻ തലയുടെ മുകളിൽ നിന്നാണ് വരുന്നതെന്ന് ഒരിക്കലും കണ്ടുപിടിക്കില്ല. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ സൗണ്ട് സ്കേപ്പ് ക്രിയേറ്റ് ചെയ്യണം. അതാണ് നേരത്തെ പറഞ്ഞ ഡിസൈനറും ബാക്കി നമ്മൾ മിക്സിങ്ങും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി സൗണ്ടിൽ വരാൻ പോകുന്ന അപ്ഡേഷൻസ് എന്തൊക്കെയാണ്? എന്തെങ്കിലും ദൈവത്തിനറിയാം. ഓക്കെ. ഒരു പിടിയില്ല. അത് ഇപ്പൊ അതായത് ഞാൻ സൗണ്ട് തുടങ്ങിയിട്ട് 25 വർഷമായി. സൗണ്ടിൽ വന്നിട്ട് 25 വർഷത്തിന് മുമ്പ് എനിക്കറിയില്ലായിരുന്നു അറ്റ്മോസ് വരുമെന്ന്. ഓക്കെ, സത്യമാണ്. ഒരു ഐഡിയ ഇല്ല. 4 GB ഹാർഡ് ഡിസ്ക് കാണാൻ വേണ്ടി 20 കിലോമീറ്റർ ബൈക്ക് ഓടിച്ചവനാണ് ഞാൻ. 4 GB ഹാർഡ് ഡിസ്ക് 25 വർഷം മുമ്പ്, 20 വർഷം മുമ്പ്. അപ്പം ഞാൻ അന്ന് അറിഞ്ഞില്ല ഞാൻ പോക്കറ്റിൽ 2 TB ഇട്ടുകൊണ്ട് നടക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. സത്യമാണ്. നമ്മുടെ ഫോൺ ഇപ്പൊ 1 TB അല്ലേ? ഞാൻ 4 GB, വെറും 4 GB ഹാർഡ് ഡിസ്ക് കാണാനായിട്ട് ഞാൻ ഒരു സ്ഥലത്ത് എത്തി. അപ്പൊ എന്നെ ഒരാൾ വിളിക്കും, എടാ 4 GB ഹാർഡ് ഡിസ്ക് ഇടാന്ന്. ഞാൻ പറഞ്ഞു 4 GB യോ? ഞാൻ അപ്പൊ തന്നെ നൈറ്റ് ഫുള്ള് വർക്ക് ചെയ്ത, ബൈക്ക് തിരിക്കുന്നു, ഓടി പറക്കുന്നു, 20 കിലോമീറ്റർ ബൈക്ക് ഓടിക്കും, പോയി ഹാർഡ് ഡിസ്ക് നോക്കിക്കൊണ്ടോടി. എന്തല്ലേ 4 GB. അവിടെ നിന്ന് ഒരു ഗ്രോത്ത് പോയിട്ട്. സത്യം. ഈ സിനിമ ഇത്രയും ഗംഭീരമായിട്ട് സെറ്റ് ചെയ്തിട്ട് തിയേറ്ററിലേക്ക് വരുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ അങ്ങനെ എന്താ പറയുക, സാർ ചെയ്തൊരു മൂവി അത്രയും പ്രതീക്ഷിച്ച് പോയിട്ട് തിയേറ്ററിൽ വന്നത് കണ്ടപ്പോഴേക്കും ഇതെന്ത് ഇങ്ങനെ ഇരിക്കുന്നത്, അങ്ങനത്തെ ഒരു ഫീൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ സൗണ്ട് സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രശ്നമോ? അത് ഞാൻ പല സിനിമകൾക്കും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സിനിമ ബേസ്ഡ് തന്നെ സിനിമ കഥ പറയുമ്പോഴത്തേക്ക് നമ്മൾ സിനിമാക്കാർക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവും. ഇപ്പോൾ സ്പൂഫ് മൂവീസ് ഉണ്ടായിട്ടുണ്ട്. സ്പൂഫ് മൂവീസ് അല്ലേ പലതും ഉണ്ടായിട്ടുണ്ട്, ഞാൻ പേരുകളൊന്നും പറയുന്നില്ല. അപ്പോൾ ആ സ്പൂഫ് മൂവീസ് ചിലത് വർക്കായി, ചിലത് വർക്കായിട്ടില്ല. മിക്കതും വർക്കായിട്ടില്ല. മിക്കതും വർക്കാവാത്തതിൻ്റെ റീസൺ ഞാനത് അനലൈസ് ചെയ്തപ്പോൾ നമ്മൾ പക്ഷെ സ്പൂഫ് മൂവി ഞാൻ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളിത് തലേ കുത്തി കിടന്ന് ചിരിച്ച് മറിഞ്ഞ് മിക്സ് ചെയ്യുമ്പോൾ പോലും ചിരി വരിക. അപ്പം നമ്മൾ വിചാരിച്ചു തിയേറ്ററിൽ പൊളിക്കും. എന്നിട്ട് നമ്മൾ തിയേറ്ററിൽ പോയി ഇരിക്കുക. മനസ്സിലായില്ലേ? നമ്മളിരുന്ന ഒരു സീൻ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പുറത്തിരിക്കുന്ന ആൾ എന്നെ തോണ്ടി എന്തിനാ ചിരിച്ചേ? ഞാൻ ചോദിച്ചു, അല്ല ഇത് ഈ മറ്റേ സിനിമയുടെ സ്പൂഫാ. മനസ്സിലായില്ലേ? ഏത് സിനിമ? അപ്പം അല്ല ആ സിനിമ. അത് ഞാൻ കണ്ടിട്ടില്ല. തീർന്നേ. ആ കോമഡി പോയില്ലേ? അതെ അതെ, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ തിയേറ്ററിൽ വരുന്നുണ്ട്. ഈശ്വര, ഇങ്ങനൊരു വലിയ പാരയുണ്ടല്ലേ. നമ്മളെല്ലാ സിനിമയും കണ്ടിട്ടുണ്ട്, നമ്മൾ സിനിമാക്കാരനാണ്, നമുക്കിതൊക്കെ അറിയാം. ഈ തമാശകൾ മുഴുവൻ സിനിമയ്ക്കകത്തുള്ള ജോക്സും എല്ലാം ഇതിൻ്റെ അകത്ത് വരുമ്പോൾ നമ്മളിവിടെ അർമാദിച്ച് ചിരിക്കുക. അപ്പൊ തിയേറ്ററിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇവർക്ക് അടുത്തിരിക്കുന്നവന് ആ സിനിമ കണ്ടിട്ടുമില്ല, അവൻ ആ സിനിമ തമാശ മനസ്സിലായിട്ടും കണക്ട് ആവുന്നില്ല. ഓക്കെ. അപ്പൊ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ശരിയാ, നമ്മുടെ മിസ്കാൽക്കുലേഷൻസ് ആണ്. മനസ്സിലായി പറഞ്ഞു? അത് അങ്ങനത്തെ എത്ര അബദ്ധങ്ങൾ നമുക്ക് ഇങ്ങനത്തെ അബദ്ധങ്ങൾ വളരെ ഈസി ആയിട്ട് സംഭവിക്കും. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ സാർ, ഈ പറഞ്ഞ പോലെ ഈ നമുക്ക് ചില കോമൺ സൗണ്ടുകളുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഒരു പ്രൈവറ്റ് ബസ്, അല്ലെങ്കിൽ ഒരു ബൈക്ക്, ഓട്ടോറിക്ഷ, ഒരു പബ്ലിക്, ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റോക്ക് നമുക്കുണ്ടോ? എല്ലാത്തിൻ്റെ ഉണ്ട്, എല്ലാത്തിൻ്റെ സ്റ്റോക്ക് ഉണ്ട്. പക്ഷെ എന്താ പറയുക, ഓരോ സിനിമയ്ക്കും ഓരോ ഭാഷയുണ്ട്. ഇപ്പോൾ ഒരു സിനിമയുടെ ക്യാരക്ടർ ചിലപ്പോൾ ഒരു ഓട്ടോ ആയിരിക്കും. ആ ഓട്ടോയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു എഞ്ചിൻ തകരാറുണ്ടാവും. അപ്പോൾ എഞ്ചിൻ തകരാറുള്ള ഓട്ടോ വേണം. അപ്പം അതിനനുസരിച്ച് സൗണ്ട് മാറണ്ടേ? അപ്പോൾ സ്റ്റോക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതേപോലെ ഓരോ സിനിമയ്ക്കും അതിൻ്റെതായ ഒരു ഭാഷയുണ്ട്. ഇപ്പോൾ ദൂരെ കൂടെ പോകുന്ന ഒരു ഓട്ടോയോ അല്ലെങ്കിൽ ഒരു കാറോ ആണെങ്കിൽ കോമൺ ആയിട്ട് ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. കോമൺ സൗണ്ട്സ് ഉണ്ട് ഇഷ്ടംപോലെ, നമുക്ക് ലൈബ്രറി ഉണ്ട്, അതിനടുത്തങ്ങ് വെച്ചാൽ മതി. പക്ഷേ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ, ഒരു ഹീറോ ഓടിച്ചു വരുന്നൊരു ബുള്ളറ്റ്, അപ്പോൾ ആ ഡയറക്ടറിൻ്റെ മനസ്സിൽ ആ ബുള്ളറ്റിൻ്റെ ഒരു സൗണ്ട് ഉണ്ടാവും. അദ്ദേഹത്തിന് അത് കിട്ടുന്നത് വരെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ പുള്ളി അത് കിട്ടുമ്പോഴാണ് പുള്ളി ഹാപ്പി ആവും. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്, ഒരു സൗണ്ട് ഡിസൈനർ അല്ലെങ്കിൽ സൗണ്ട് എഞ്ചിനീയറുടെ ഡ്യൂട്ടിയാണ് പുള്ളി ഹാപ്പി ആക്കാന്നുള്ളത്. ഇതിന്റെ അൾട്ടിമേറ്റ്ലി പുള്ളിയാണ് ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. അപ്പൊ എന്തൊക്കെ ഇവിടെ വഴക്കുണ്ടെങ്കിലും അവസാനം ഇല്ല ഇത് മതി എന്ന് പറഞ്ഞാൽ തീർന്നു. നമ്മൾ ശരി എന്നാ അടുത്ത് കൊണ്ടുപോയിക്കോ, അത്രേ ഉള്ളൂ. അപ്പൊ ഫൈനൽ കോൾ ഇസ് ഡയറക്ടേഴ്സ്.
നമ്മൾ പക്ഷെ ഫൈറ്റ് ചെയ്യും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് നമ്മൾ സിനിമയ്ക്ക് വേണ്ടി ജോലിയല്ലേ. അപ്പൊ നമ്മൾ മാക്സിമം നമ്മുടെ ഒരു താല്പര്യം കൊണ്ടുവരാനായിട്ട് നമ്മളൊരു ശ്രമം നടത്തും. അതേപോലെയാണ് എല്ലാവരും, എല്ലാ ടെക്നീഷ്യൻസും അങ്ങനെയാണ്. അപ്പോൾ അതേപോലെ ഈ സ്റ്റോക്കിന്റെ കാര്യം പറയുമ്പോൾ ഇതിനകത്ത് ഡയറക്ടറിന്റെ താല്പര്യം ഇപ്പം ഏതൊരു പടമുണ്ട്, ഫിയറ്റ് കാർ ബേസ് ചെയ്തിട്ടൊരു പടമുണ്ട് തമിഴില്. അപ്പൊ ആ ഫിയറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് ഫിയറ്റ്സ് കളക്ട് ചെയ്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു ഈ കാർ കൊള്ളാം. ഞാൻ പ്രിയദർശൻ അദ്ദേഹത്തിന്റെ പടം വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാർ സൗണ്ടിന് വേണ്ടിയിട്ട് ഞാനൊരു 10-12 കാറ് ലേ ചെയ്ത് ഫുൾ പടം ഒരു റേസ് ഫുള്ള് ലേ ചെയ്തിട്ട് ഇത് കേൾപ്പിക്കും. ഇത് കൊള്ളൂല, അത് കൊള്ളൂല, ഇത് കൊള്ളൂല. അങ്ങനെ 12 കാർ സൗണ്ട് മാറ്റിയിട്ട് പിന്നെ ഏതോ ഒരു കാർ ഇത് ഈ ടോൺ എവിടെ നിന്നാ കിട്ടെ. അപ്പൊ എനിക്ക് ഇത് മതി. അപ്പൊ എന്നിട്ടാണ് നമ്മൾ പിന്നെ ട്രാക്കിൽ ചെയ്യുന്നത്. അപ്പൊ എന്നിട്ട് ഇതിൻ്റെ അകത്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ വേറെ കാറ് ഈ വണ്ടിയിലല്ലല്ലോ റെക്കോർഡ് ചെയ്തിരുന്നത്. പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ മറ്റേ നമ്മൾ റെക്കോർഡ് ചെയ്തവൻ ചിലപ്പോൾ ഗിയർ മാറ്റിയിട്ടുണ്ടാവും. അപ്പൊ ഇതിൻ്റെ അകത്ത് ഗിയർ മാറ്റിയിട്ടുണ്ടാവും. പുള്ളി ആക്സിഡന്റ് ചവിട്ടിരിക്കുക. അപ്പൊ ഗിയർ എവിടെ നിന്നാ ഗിയർ മാറി? അപ്പോൾ അത് കേട്ടില്ല, ശരിയാക്കാം. അപ്പൊ അവിടുന്ന് പിന്നെയും ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മനസ്സിലായില്ല? ഇതൊക്കെ ഇതിന്റെ വർക്കിംഗ് ഫൺ ഫാക്ടറാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നു. പിന്നെ ആ ഗിയർ മാറ്റും, നമ്മൾ അത്രയും പോലും കോൺഷ്യസ് ആണ്. ഒരു ഗിയർ മാറ്റുന്ന ശബ്ദവും പോലും നിങ്ങളെ ചിലപ്പോൾ തിരിച്ചറിയില്ല. പക്ഷെ ഒരു ഡയറക്ടർ എവിടെ നിന്നാണ് ഗിയർ മാറിയത്? ഇപ്പൊ അവൻ ആക്സിഡന്റ് ചവിട്ടിക്കൊണ്ടിരിക്കില്ല, എങ്ങനെ ഗിയർ മാറും? ഇത് പക്ഷെ ഇപ്പോഴത്തെ തലമുറ അങ്ങനല്ല കേട്ടോ. ഇപ്പോഴത്തെ തലമുറ ഭയങ്കര ഫോക്കസ്ഡ് ആണ്. അവര് പിന്നെ ഇപ്പോഴത്തെ റിവ്യൂ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു. ഈശ്വര, മറ്റേ ഒരു തമാശയുണ്ട്. അതായത് പ്രിയദർശന്റെ തന്നെ സിനിമയില് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രിയദർശൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്റെ ഗുരുസ്ഥാനീയനാണ്. അദ്ദേഹമാണ് എന്നെ ഈ ഫീൽഡിൽ കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടെന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ്. കാരണം വെച്ചാൽ ഞാൻ അദ്ദേഹത്തിനൊന്ന് പഠിച്ചിട്ടുള്ള അത്രയൊന്നും ഞാൻ എന്തൊക്കെ പഠിച്ചെന്നറിയോ. ഞാൻ മിക്സിങ് പഠിപ്പിച്ച് പുള്ളി അറിയാതെ പറയുന്ന ചില കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഇതിപ്പോ പറഞ്ഞൊരു ഐറ്റം കൊള്ളാമല്ലോ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ എടുക്കുന്നത്. പക്ഷെ പുള്ളി അറിയാതെ പറയുന്നതായിരിക്കും. പക്ഷെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. മിക്സിങ് എന്റെ മിക്സിങ് പാറ്റേൺസ് തന്നെ മാറ്റിയതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരാൾ തന്നെയാണ് പ്രിയദർശൻ എന്ന് പറയുന്നത്. നോ ഡൗട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന്റെ സിനിമയിലെ കഥകൾ പറയുന്നതിന്റെ റീസൺ എന്ന് വെച്ചാൽ ഒരുപാട് അനുഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. പ്രിയദർശൻ സാറിന്റെ അറബി ഒട്ടകം എന്ന് പറയുന്ന പടത്തില് മറ്റേ മരുഭൂമിയിലുള്ള സീൻ, മറ്റേ മുകേഷും ലാലേട്ടനും കൂടെ സംസാരിക്കുന്ന സീക്വൻസിൽ ഞാൻ പ്ലെയിനായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. ഞാൻ മരുഭൂമി പോയിട്ടില്ല. പുള്ളി പറഞ്ഞു എനിക്ക് ഇവിടെ ഒരു എക്കോ വേണം. ഞാൻ പറഞ്ഞു ഞാൻ മാമെന്ന് വിളിക്കുന്നു, പ്രിയമാമ അവിടെ എക്കോ വരുമോ? എൻ്റെ ഡൗട്ട് ചോദിച്ചു. ഇല്ലല്ലേടാ, എനിക്ക് ആ ഫീല് കറക്റ്റാണ്. ഇത്രയും വൈഡ് ആംഗിൾ വെച്ചിട്ട് ഒരു ചെറിയ സ്ലാബ് ബാക്ക് കിട്ടിയാൽ എനിക്ക് ഇഷ്ടപ്പെടുള്ളൂ. നീ എനിക്ക് എക്കോ ഇടുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ഒരു ചെറിയൊരു സ്ലാബ് ബാക്ക് ഇട്ട് കൊടുത്തു. എനിക്ക് അടുത്ത ദിവസം അന്ന് ഫേസ്ബുക്ക് മാത്രമേ ഉള്ളൂ, ഇപ്പോൾ ഈ ഇൻസ്റ്റയിൽ ഫേസ്ബുക്ക് എനിക്ക് ഒരാൾ പേഴ്സണൽ മെസ്സേജ് അയച്ചിരിക്കുന്നു, നിങ്ങൾ മരുഭൂമി എന്തോന്ന് എക്കോ ഇട്ട് കളിക്കുന്നത്, നിങ്ങൾ ആരാ മരുഭൂമിയിൽ എക്കോ ഇട്ട്? ഞാൻ ഈശ്വര, ഇതൊക്കെ ആൾക്കാർ ചെക്ക് ഇങ്ങനെയൊക്കെ ഞാൻ മരുഭൂമിയിൽ പോയി ഞാൻ ജീവിക്കുന്ന ആളാണ്, നിങ്ങൾ ആളെ കളിയാക്കുന്നവരാണ്. മരുഭൂമിയിൽ എക്കോ എവിടുന്ന് മരുഭൂമിയിൽ എക്കോ വരും? അപ്പൊ ഞാൻ പ്രിയമോനടുത്ത് പറഞ്ഞു, എടാ അതൊക്കെ പറയും, ഇത് നമ്മളൊരു പടത്തിന്റെ സിനിമാറ്റിക് ഫീലാണ്, ഒരു ഓഡിയൻസിന് ഒരു ഫീൽ കൊടുക്കാനായിട്ട്. ആ സീനിൽ എനിക്ക് അതെങ്ങനെ വേണമെന്ന് തോന്നി, അത് നമ്മൾ ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പൊ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു ലിബർട്ടി ഉണ്ട് കേട്ടോ നമ്മള്. പക്ഷെ എന്നാലും ആൾക്കാർ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ പണിയാന്നുള്ളത് പറയും. ഒരു പോയിന്റും കൂടാണ് അത്രയും കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കും. ഇത് ആരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളൊക്കെ സത്യം. ഈ ഇമ്പാക്റ്റിന്റെ കേസ് പറഞ്ഞപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ മാർവൽ DC സിനിമകൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇമ്പാക്ട് പലപ്പോഴും നമ്മുടെ ഭാഷ സിനിമകൾ കാണുമ്പോഴേക്കും കിട്ടാറില്ല എന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സാറിന് തോന്നിയിട്ടുണ്ടോ? ഞാൻ ഇപ്പൊ ഈ പറയുന്ന പോലെ എബ്രോഡ് പോയി വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതായത് ഞാനൊരു തമിഴ് പടം സൈവം എന്ന് പറഞ്ഞ പടം പെട്ടെന്ന് AL വിജയുടെ സിനിമയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു നമുക്ക് പോയി എബ്രോഡ് പോയി വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാലിഫോർണിയയിൽ പോയി ആ പടം മിക്സ് ചെയ്തപ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി, അവർക്ക് നമ്മുടെ സിനിമയും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരിക്കലും അവരുടെ സിനിമയും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ
അതിന്റെ വ്യത്യാസം എന്ന് വെച്ചാൽ അവരത് യൂസ്ഡ് അല്ല, നമ്മുടെ പടമായിട്ട് ഇവർ ഒട്ടും യൂസ്ഡ് അല്ല. കാരണം നമ്മുടെ ലാംഗ്വേജസ് ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് എപ്പോഴും കുറച്ച് ലൗഡാണ്. നമ്മൾ സംസാരിക്കുന്ന വിധം ലൗഡാണ്. നമ്മുടെ ഭാഷ എപ്പോഴും ഇപ്പം മറ്റൊരു സംസാരിക്കുന്ന വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ സംസാരം എപ്പോഴും ഏയ് എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിക്കുന്ന പോലെ അവരൊരിക്കലും സംസാരിക്കില്ല. അവർ ഷൗട്ട് ചെയ്ത് സംസാരിക്കില്ല. ഇവിടെ ഒരു ഹീറോയുടെ ഇൻട്രോയ്ക്ക് നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സ്പേസ് കൊടുക്കും. അവിടെ മ്യൂസിക് ഇട്ടിച്ച് പൊളിച്ച് വന്നില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്പേസ് നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും മാർവലിൽ അല്ലെങ്കിൽ എത്ര പടം എടുത്തു ഒരു അയൺമാൻ എൻ്റർ ആകുമ്പോഴത്തേക്ക് മറ്റേ ടോപ്പ് ഡൗൺ ഷോട്ടും മറ്റേ അപ്പ് ഷോട്ടും ഒക്കെ വന്ന് ഒരു മ്യൂസിക് ഇട്ട് ഇൻട്രോയിലാണോ വരുന്നത്? അല്ലല്ലോ, ചുമ്മാ കയറി വരും അല്ലേ. അപ്പൊ അങ്ങനെ ഒരു പാറ്റേൺ ഓഫ് മേക്കിംഗ് തന്നെ വ്യത്യാസമാണ്. ഇപ്പൊ നമുക്കത് അത്രയും ഒരു ഹീറോ ഇൻട്രോ വന്നിട്ട് ഒരു എക്സ്പ്ലോഷൻ ലെവലിൽ മ്യൂസിക് കേൾപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ തിയേറ്ററിലെ ആൾക്കാർ ഇരിക്കുമോ? ഇരിക്കില്ലേ. ആൾക്കാർ എന്ത് ബോറടിക്കുന്നു പറയും. അപ്പൊ ഇത് നമ്മളൊരു പരീക്ഷിച്ച് നമ്മൾ പല വിധത്തിൽ നമ്മൾ മിക്സ് ചെയ്യാനൊക്കെ നോക്കി പരീക്ഷിച്ച് തോറ്റുപോയ ഒരാളാണ് ഞാൻ. അതായത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ പറയാം, മരക്കാറെന്നുള്ള സിനിമ എടുക്കും, അത് വിജയിച്ചില്ലല്ലോ അല്ലേ. അത് പ്രിയദർശൻ ഞാൻ ഇപ്പം ഏത് ഇൻ്റർവ്യൂ ഞങ്ങൾ ഒരുമിച്ചിരുത്തിക്കോ ഞങ്ങൾ പറയാം അത് എന്തുകൊണ്ട് അതിനകത്ത് ഇപ്പം മ്യൂസിക് ലെവൽ കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് കുറേ പേര് പോസ്റ്റ് ഇടുന്നുണ്ട്. മ്യൂസിക് ലെവൽ കുറഞ്ഞു പോയി, മ്യൂസിക് ലെവൽ കുറഞ്ഞു പോയി, അത് മനഃപൂർവ്വം ഞങ്ങൾ കുറച്ച് തന്നെ വെച്ചതാ. മനസ്സിലായില്ലേ? നമ്മളതൊരു ഇംഗ്ലീഷ് പടം ലൈനിൽ പിടിക്കാൻ നോക്കി, മലയാളം പടത്തിൽ അത് വർക്കൗട്ട് ആവില്ല എന്ന് ആ പടം നമുക്ക് പ്രൂവ് ചെയ്തു. നമ്മൾ ചിലപ്പോൾ യൂസ് ടു ആയതുകൊണ്ടായിരിക്കും നമ്മൾ എഫക്ട്സ് കേൾപ്പിക്കാൻ നോക്കി. അതിൻ്റെ അകത്ത് എല്ലാം ഇപ്പൊ വാർ സീക്വൻസ് കംപ്ലീറ്റ് നമ്മൾ എഫക്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അവിടെ ഒന്നും മ്യൂസിക്കേ ഇല്ല. മോഹൻലാല് ലാലേട്ടൻ ചാടി വരുമ്പോഴത്തേക്ക് ഹോൺസ് ഒക്കെ ഇട്ട് മ്യൂസിക് പൊലിപ്പിക്കണം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ അതില്ലാതെ ഒരു വളരെ മൈൽഡായിട്ടൊരു സാധനം ചെയ്തിട്ട് ബാക്കിയുള്ളതിനൊക്കെ ഇമ്പാക്ട് കൊടുത്ത് അങ്ങനെ മിക്സ് ചെയ്തപ്പോൾ അത് വർക്കൗട്ട് ആവില്ല. നമ്മുടെ പടത്തിൽ അത് പറ്റില്ല. ഓഡിയൻസ് ഈസ് നോട്ട് എക്സ്പെക്ടിങ് ദാറ്റ്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ പോയി ഇംഗ്ലീഷ് പടം കണ്ടോളാം. പക്ഷെ നമ്മൾ തന്നെ ഇപ്പൊ ഇതേ ഒരു ഇംഗ്ലീഷ് പടം ചെയ്യാൻ നമ്മൾ ഒരിക്കലും ലൗഡായിട്ട് വെക്കില്ല. ഞാനിപ്പോൾ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൗഡായിട്ട് വെക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് അറിയാം, അവർക്കത് അവരവിടെ പോയിട്ട് ഭയങ്കര സട്ടിലായിട്ട് ഒരു സാധനം ചെയ്ത് വെക്കുക. നമുക്കത് വർക്കാവുന്നേ ഇല്ല. ആ സിനിമ അവരുടെ അടുത്ത് ഞാനിങ്ങനെ ഓരോ സീനായിട്ട് സാർ ഈ സീൻ ഇങ്ങനെ അല്ല, ഇതിൻ്റെ അകത്ത് കിണറ്റിൽ നിന്ന് കേൾക്കുമ്പോൾ ഒരു സാധനം എക്കോ വരും. കിണർ എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ല. അപ്പൊ ഞാൻ ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് ഇങ്ങനെ വെള്ളത്തിന്റെ വാട്ടർ സോഴ്സ് ആണ്, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു എക്കോ വരും. അവർ കിണർ കണ്ടിട്ട് പോലും ഇല്ല. അപ്പൊ അവർ വീടിനകത്ത് കംപ്ലീറ്റ് ചെപ്പൽ സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞ് ചെപ്പൽ സൗണ്ട് ഒക്കെ ഇട്ട് വെച്ചു. ഞാൻ പറഞ്ഞു ചെപ്പൽ സൗണ്ട് ഞങ്ങൾ വീട്ടിൽ ചെപ്പൽ ഇടില്ല. ഓൾ ദിസ് മാറ്റേഴ്സ്. ഞാൻ പറയുന്ന വളരെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ അവർക്കത് അറിയില്ല. ഇപ്പം അവരുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കംപ്ലീറ്റ് 100 പീസ് ഓർക്കസ്ട്രയാണ്. നമ്മുടെ ഗിറ്റാറും ഡ്രംസും അവര് റോക്ക് മ്യൂസിക്കിൽ മാത്രം യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ എടുത്ത് നമ്മുടെ മ്യൂസിക്കിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഒരു ഫ്യൂഷനാണ്. നമ്മൾ കൂടുതലും പെർക്കഷൻസ് ആണ്, അവർ പെർക്കഷൻസ് കുറവാണ്. അവർ കൂടുതലും സ്ട്രിങ് അറേഞ്ച്മെന്റ്സ് ആണ്. അപ്പൊ അവർക്ക് അതൊക്കെ എടുത്ത് ഇങ്ങനെ വൈഡായിട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കാം. പെർക്കഷൻ എടുത്ത് സറൗണ്ടിൽ വൈഡായിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ ഇരുന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. തലയ്ക്ക് മുകളിലിട്ട് അട്ടിക്കുന്ന പോലിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അവരുടെ മിക്സ് പാറ്റേൺ വേറെയാണ്, നമ്മുടെ മിക്സ് പാറ്റേൺ വേറെയാണ്. നമ്മുടെ സിനിമയ്ക്ക് വേണ്ട മ്യൂസിക് വേറെയാണ്, അവരുടെ മ്യൂസിക് വേറെയാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്ക് ഒരിക്കലും അവരുടെ മിക്സ് പോലെ നമുക്ക് ചെയ്യാൻ അറിഞ്ഞൂടാഞ്ഞിട്ടല്ല, അങ്ങനെ ചെയ്താൽ വർക്കാവില്ല. നമ്മുടെ സിനിമയ്ക്ക് ഡിമാൻഡ് ചെയ്യുന്ന അതല്ല. നമ്മുടെ സിനിമ മാർവൽ പോലെ ചെയ്തുകൊണ്ട് വരട്ടെ. ഒരു പടം വന്നിട്ട് മാർവൽ പോലെ ഒരു ഇൻട്രോ ഇല്ല, എങ്ങനെയാണോ അവർ ചെയ്യുന്നത് അതേപോലെ ചെയ്തു വരട്ടെ. ഒരു ഇന്ത്യൻ ഫ്ലേവേഴ്സും ഇല്ലാതെ നമുക്കും ചെയ്യാം വിത്ത് ഒരു പക്ക ഇന്റർനാഷണൽ മിക്സ്, വിത്തൗട്ട് എനി ഇന്ത്യൻ ഫ്ലേവർ. പിന്നെ ഒരു ചോദ്യം കൂടി സാർ. അതായത് ഈ ഇപ്പോഴത്തെ പാൻ ഇന്ത്യൻ സിനിമകൾ എന്നൊരു രീതിയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ മലയാളം മാത്രമല്ല, പല ഭാഷകളിലായിട്ടാണ് സിനിമകൾ റിലീസ് ചെയ്യും. ഇപ്പോൾ സലാറ തന്നെയാണെന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് മലയാളം, തമിഴ്, തെലുങ്ക് അങ്ങനെ പല ഭാഷകൾ ഇറങ്ങിയല്ലോ. സോ ഈ പല ഭാഷകളിൽ സിനിമ ഇറങ്ങുമ്പോഴേക്കും അതിനൊക്കെ സൗണ്ട് മിക്സ് ചെയ്യുക എന്ന് പറയുന്നത് ലൈക്ക് ചില ചേഞ്ചസ് എന്തൊക്കെയോ ഒരു ചേഞ്ചസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പ്രോസസ്സാണോ അത്? അങ്ങനെയല്ല, സിനിമയുടെ ഭാഷ മാത്രമേ മാറുന്നുള്ളൂ. സിനിമ എന്ന് പറയുന്ന മീഡിയത്തിന് ഒരു മാറ്റവും വരുന്നില്ല. അവര് പക്ഷെ അവര് ഈ പറഞ്ഞ പോലെ പണ്ട് ജയറാം ചേട്ടനൊരു ഇതില് പറയുന്നത്, സിനിമയിൽ പറയുന്നില്ല, അമ്മ എന്ന് വിളിക്കുന്നതിന് വിളിക്കുന്നത് തമിഴ് അത്രയും വ്യത്യാസം. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം, ബാക്കിയൊക്കെ ഒന്ന് തന്നെയാണ്. പക്ഷെ നമ്മള് അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ കൾച്ചറൊക്കെ വ്യത്യാസമാണ്.
ഇപ്പൊ നമ്മൾ മലയാളത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ സ്വന്തം ഭാഷ നമുക്ക് കുറെ കൂടെ എളുപ്പമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമുക്ക് ചെയ്യാനും ഒക്കെ, കോൾസ് എടുക്കാനും ഒക്കെ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. മറ്റേതിൽ ഒരാൾ ചോദിക്കണം ഇവൻ പറഞ്ഞതിന്റെ ഫുൾ അർത്ഥം ഇത് തന്നെ അല്ലേ എന്ന് ചോദിക്കണം, ഒന്നുകൂടെ റീകൺഫേം ചെയ്യും, എന്നിട്ടേ തർക്കിക്കാൻ നിൽക്കുള്ളൂ. പക്ഷെ ഡയലോഗ് മാത്രമുള്ള സിനിമയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. കാരണം എനിക്ക് കടപടാന്ന് പറഞ്ഞ ഡയലോഗ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പതുക്കെയൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ച് മനസ്സിലാവും. സ്പീഡിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വിട്ടുപോകും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്നാലും എല്ലാവരും നമ്മളെ വിളിക്കുമ്പോഴേ അറിയാമല്ലോ ഞാൻ മലയാളിയാണ്. അപ്പൊ അവര് ദേ കം വിത്ത് സബ് ടൈറ്റിൽ, ദേ കം വിത്ത് എ പേഴ്സൺ. ഇപ്പൊ ഒരു പടം കാണുമ്പോഴത്തേക്ക് എന്റെ അടുത്തിരിക്കും ഒരാളുണ്ടാവും, എന്ത് സംശയം ചോദിച്ചാൽ പറഞ്ഞുതരും. സോ ദേ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. ഞാൻ മറ്റേ നേരത്തെ പറഞ്ഞ ജോർജ് റെഡ്ഡി പടം ഞാൻ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ തൊട്ടടുത്ത് അവിടെ തമിഴ് അറിയാവുന്ന ആകെ ഒരാളേ ഉള്ളൂ. എല്ലാവർക്കും തെലുങ്ക്, എല്ലാം തെലുങ്ക്, ഇംഗ്ലീഷും അറിയില്ല, എല്ലാം തെലുങ്ക് മാത്രം. എനിക്ക് തെലുങ്കും അറിയത്തില്ല. തമിഴ് അറിയാവുന്ന ഒരു ആളുണ്ട്, ഞങ്ങൾക്ക് ചായ കൊണ്ടുതരാൻ വരുന്ന ഒരാളുണ്ട്, ഒരു ചേട്ടനുണ്ട്. പുള്ളിയായിരുന്നു എന്റെ ട്രാൻസ്ലേറ്റർ. പുള്ളിയെ പിടിച്ച് നടക്കിരുത്തി. ഡയറക്ടർ അവിടെ നിന്ന് പറയും, ചായ തരുന്ന ചേട്ടൻ പറയും ഇപ്പിടി പണ്ണ സൊന്നാங்க. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെയുള്ള കുറെ സംഭവങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ 20 എന്തെല്ലാം എക്സ്പീരിയൻസ്, എന്തെല്ലാം രസകരമായ സംഭവങ്ങൾ പലതും നമുക്ക് ഇന്റർവ്യൂവിൽ പറയാൻ പറ്റില്ല. ഇതിനോട് തന്നെ സാർ എത്ര സിനിമകൾ ചെയ്തിട്ടുണ്ടെന്ന് ഒരു കൗണ്ട് ഒക്കെ ഉണ്ടോ? ഒരിക്കലും കൗണ്ട് ചെയ്തെന്നാണ് നമ്മുടെ മൂത്തവർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. നോ കൗണ്ടിങ്, കുറെ ചെയ്തു. അതുപോലെ തന്നെ കൗണ്ട്ലെസ് ആയിട്ട് പോട്ടെ, അങ്ങനെ അത്രേ ഉള്ളൂ. നമ്മൾ ഇനിയും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എൻ്റെ ഒരു നല്ലൊരു മാസ്റ്റർ പീസ് വർക്കിന് വേണ്ടി. ഞാൻ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളും വെയിറ്റ് ചെയ്യുന്നതിലൂടെ. അങ്ങനെയല്ല, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ സ്വപ്നം ഇനിയും നടപ്പിലായിട്ടില്ല. നമ്മൾ ഇനി ആ സ്വപ്നത്തിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇതിനൊരു പ്രായപരിധിയൊന്നുമില്ല. ഞാൻ ഇനി മിക്കവാറും 80 വയസ്സ് വരെയും തന്നെ ഇവിടെ ചെവി കേൾക്കണം, അത്രേ ഉള്ളൂ. ഇതുകൊണ്ട് ജീവിക്കുന്നതുകൊണ്ട് ചെവിക്ക് എപ്പോഴും പവർ ഉണ്ടായിരിക്കണേ ഭഗവാനെ എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ഓക്കെയാണ്. ചെവിക്ക് പവർ ഉള്ളത് വരെ ഞാനിവിടെ ഉണ്ടാവും. അപ്പോൾ സാർ എന്തായാലും ഒരുപാട് സന്തോഷം സാറിനെ കാണാൻ പറ്റിയതിലും സംസാരിക്കാൻ പറ്റിയതിലും. ഈ പറഞ്ഞ പോലെ ഞാനും ഒക്കെ സിനിമയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുമ്പ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞിട്ട് ഇതിനെല്ലാത്തിനും ഒന്നിച്ച് പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെയല്ല, ഇനിയിപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ ഓരോ സെക്ഷനും നോക്കുന്നതായിരിക്കും. സാർ താങ്ക് യു സോ മച്ച് ഇത്ര നേരം ഞങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്തതിൽ. അടിപൊളിയായിരുന്നു. താങ്ക് യു. നല്ല ക്വസ്റ്റ്യൻസ്. താങ്ക് യു.